മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാൻ ഇറങ്ങിയിട്ട് പൊട്ടിത്തകർന്ന അവസ്ഥയിലേക്കാണ് മഹാവികാസ് അഘാഡി സഖ്യം വീണത്. തൊട്ടു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ഇന്ത്യ ബ്ലോക്കിലെ മഹാവികാസ് അഘാഡിയിൽ നിന്നുണ്ടായത്. ഇതോടെയാണ് തൊട്ടു പിന്നാലെ എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം അഘാഡി സ്വപ്നം കണ്ടത്. എന്നാൽ ഫലം വന്നപ്പോൾ പതിവ് പോലെ BJP നേതൃത്വം നൽകുന്ന മഹായൂതി സഖ്യം വലിയ വിജയമാണ് അവിടെ നേടിയത്. ഇതോടെ മഹാവികാസ് സഖ്യത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ചില ഫോർമുലകളുമായി രംഗത്ത് വരികയാണ് NCP അധ്യക്ഷൻ ശരത് പവാർ. പ്രതിപക്ഷ നേതാവിനെ മഹാരാഷ്ട്രയിൽ പ്രതിഷ്ഠിക്കണമെന്ന നിലപാടാണ് ശരത് പവാറിനുള്ളത്. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കോൺഗ്രസിനോട് ശിവസേന, ഉദ്ധവ് വിഭാഗത്തോടും ശരത് പവാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. 60 വർഷത്തെ മഹാരാഷ്ട്ര ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത്. ഇത് മഹാവികാസ് അഘാഡിക്ക് നൽകുന്ന നാണക്കേട് വലുതാണ്. ഇതോടെയാണ് രണ്ടും കൽപ്പിച്ച് ശരത് പവാർ വീണ്ടും രംഗത്തിറങ്ങുന്നത്. കൂടുതൽ MLA-മാരുള്ള തങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്ന് ഉദ്ധവ് വിഭാഗം ആവശ്യപ്പെട്ട അവസരത്തിലാണ് സമയോചിതമായി ശരത് പവാർ ഇറങ്ങിയിരിക്കുന്നത്. 288 അംഗ സഭയിൽ 20 അംഗങ്ങളാണ് ഉദ്ധവിനുള്ളത്. തൊട്ടു പിന്നിൽ കോൺഗ്രസ് ആണ്. എന്നാൽ ഈ 3 പാർട്ടികൾക്കും ഒറ്റയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാനുള്ള അംഗസംഖ്യയില്ല. ഇതോടെയാണ് ശരത് പവാറിന്റെ ഇടപെടൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. ആകെ നിയമസഭാ സാമാജികരുടെ 10% MLA-മാരുള്ള പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതാവിനെ നിയമിക്കാൻ സാധിക്കുക. 288 അംഗ നിയമസഭയിൽ 28 MLA-മാരെങ്കിലും വേണമെന്ന് ചുരുക്കം. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ പ്രതിപക്ഷ നേതൃപദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏത് വിധേനയും MLA-മാരുടെ എണ്ണം ടാലിയാക്കാമെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം മഹാവികാസ് അഘാഡിക്ക് നൽകണമെന്നുമാണ് നേതാക്കൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഫഡ്നാവിസ് പ്രതികരിച്ചിട്ടില്ല. BJPക്ക് അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് വരണമെന്നുള്ള ആഗ്രഹവുമില്ല. ഇല്ലാതിരിക്കുന്നതാണ് ഏറെ നല്ലതെന്ന തിരിച്ചറിവും അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ശരത് പവാർ പറയുന്നതനുസരിച്ച് കോൺഗ്രസ്, NCP, ശരത് പവാർ, ഉദ്ധവിന്റെ ശിവസേന എന്നിവർക്കായി 1.5 വർഷം വീതം വീതിച്ചെടുക്കാനാണ് നീക്കം നടത്തുന്നത്. കോൺഗ്രസിന് 16 MLA-മാരുണ്ട്. ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് 20ഉം ശരത് പവാറിന്റെ NCPക്ക് 10 MLA-മാരാണുള്ളത്. ഈ സമവാക്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളിയുമായി ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തോട് ഉദ്ധവ് വിഭാഗം ഇതുവരെ പ്രതികരിക്കാത്തത് മുന്നണിക്കുള്ളിൽ ആശങ്ക സമ്മാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.